ദേവദൂതൻ ഞാൻ അന്ന് സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു പേഴ്സണലി. എനിക്ക് അതിനകത്തുള്ള ചില ഹ്യൂമർ സീക്വൻസുകളും ഞാൻ എന്നുള്ള നടനേക്കാൾ ഉപരി അന്ന് എനിക്ക് ദേവദൂതൻ ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് എന്നെ കാണാനായിരുന്നു ഞാൻ പോയിരുന്നത്. എങ്ങനെയാണ് ഞാനുള്ളത് എന്നറിയാനാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എനിക്കതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട്, ഓരോ ഡയറക്ടർ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ആക്ടേഴ്സിന് വർക്ക് ചെയ്യാൻ അതൊരു പ്രത്യേകിച്ച് തീർച്ചയായിട്ടും അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ച പ്രഷർ എനിക്കറിയാലോ. അപ്പോൾ അതെൻ്റെ ആക്ടറിന് വരാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. നനഞ്ഞിട്ടാണ് ആ ഡയലോഗ് പറയുന്നത്. സില്ലൗട്ടിലാണ്, സെമി സില്ലൗട്ടാണ്. അപ്പോൾ സില്ലൗട്ടിൽ ഈ നനഞ്ഞ് എൻ്റെ ലിപ്പ് ഷിവർ ചെയ്യുന്നുണ്ട്, കരയുന്നതിൻ്റെ ഷിവറിങ് ഉണ്ട്, ഈ തണുപ്പിൻ്റെതുണ്ട്. എല്ലാം കൊണ്ടും ഞാൻ എനിക്ക് തോന്നുന്നു രാത്രി ഒരു 8 മണിക്ക് ഡബ്ബിങ് തുടങ്ങിയിട്ട് കുറച്ച് 4 മണി വരെ ആ ഒറ്റ സീൻ ഡബ് ചെയ്തു. പബ്ലിക്കിൽ ഞാൻ ഭയങ്കര ഇൻഫീരിയർ ആയിട്ട് ഫീൽ ചെയ്യുന്ന, വളരെ ഇൻട്രോവേർട്ടായിട്ട് വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പബ്ലിക്കിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫെയിം ഞാൻ ശരിക്കും അന്ന് ആസ്വദിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവദൂതൻ ചെയ്യുമ്പോൾ അപ്പോഴേക്കും എനിക്ക് ഭരതം എന്താണെന്നും ദശരഥ എന്താണെന്നും എന്താണ് ലാലേട്ടൻ മലയാള സിനിമയിൽ അല്ലെങ്കിൽ വേൾഡ് സിനിമയിൽ ലാലേട്ടൻ ആരാണെന്നും മമ്മൂക്ക ആരാണെന്നും ഒക്കെ അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇവരാരാണെന്നുള്ളത്. ആ സോളിൽ നിന്നിട്ട് തന്നെയാണ്, ആ കഥയുടെ സോളിൽ നിന്നിട്ടാണ് ഇപ്പോൾ കഥ പറഞ്ഞിരിക്കുന്നത്. ഇതും അന്ന് എനിക്ക് കാണുമ്പോൾ എനിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അന്ന്. ഇന്ന് പുതിയൊരു റോളിലാണ് മൈജി ബ്രാൻഡ് അഡ്വൈസർ. നല്ലൊരു ട്രാവൽ ബ്ലോഗർ ആവണം അല്ലേ? ഹൈ ഡെഫിനിഷൻ ക്യാമറ, ലോങ് ബാറ്ററി ലൈഫ്, ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ്, പിന്നെ ചെറിയ വിലയും. അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട്. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. നമസ്കാരം. 80കളിൽ കണ്ണൂരിൽ നിന്ന് ഒരു കുഞ്ഞു പയ്യൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നു. പിന്നീട് യുവനടനായും നായകനായും സംവിധായകനുമായിട്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം ശ്രീ വിനീത് കുമാർ. അദ്ദേഹത്തെ നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. വളരെ ചെറുപ്പത്തിലാണല്ലോ സിനിമയിലേക്ക് കടന്നു വരുന്നത്. അന്ന് മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ സിനിമ എവിടെയോ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ആൾക്കാർക്ക് അത്ര ഷൂട്ടിങ്ങിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് ആ ചെറുപ്പത്തിൽ ആ ഫെയിം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക? അതിന് എന്തെങ്കിലും അങ്ങനത്തെ രസകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ? ഫെയിം ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്കൂള്, ഞാൻ സിനിമയിലേക്ക് വരുന്നത് യുവജനോത്സവങ്ങളിൽ ഞാൻ അന്ന് കലാപ്രതിഭയായിരുന്നു. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് ഭരതനാട്യത്തിൽ ഫസ്റ്റൊക്കെ കിട്ടി. അപ്പോൾ അത് തന്നെ സ്കൂളിൽ ആദ്യമായിട്ടായിരുന്നു. ആ സ്കൂളിലുള്ള ഒരു കുട്ടി സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഞാൻ കണ്ണൂരിലെ ഏറ്റവും റിമോട്ടായിട്ടുള്ളൊരു വില്ലേജിലാണ്. റിമോട്ടായിട്ടുള്ള വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് റോഡില്ല, വരമ്പിലൂടെ സ്കൂളിൽ പോകുന്ന, അതൊക്കെ ഒരുപക്ഷെ പറഞ്ഞാൽ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളായിരുന്നു. പ്രത്യേകിച്ചും നിങ്ങൾ ആ ഭാഗത്തുനിന്നായതുകൊണ്ട് വടക്കൻ കേരളത്തിൻ്റെ അത്രയും റിമോട്ടായിട്ടുള്ളൊരു വില്ലേജ്. അവിടെ ഞാൻ ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് ക്ലാസ് ലീഡറായിരുന്നു, സ്കൂൾ ലീഡറാണ്. അപ്പോൾ നല്ലൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നു എനിക്ക്. കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് സ്കൂളിലും. അതുപോലെ ടീച്ചേഴ്സും എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളുകളായിരുന്നു. കാരണം ഞാൻ യുവജനോത്സവത്തിലുണ്ട്, പഠിക്കാനും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. സ്റ്റേറ്റ് സിലബസിലുള്ള മലയാളം മീഡിയം സ്കൂളിലാണ്. അപ്പോൾ അവിടെ എൻ്റെ ആ കാലത്തുള്ളൊരു ഞാൻ ചെയ്തത്, എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, കണ്ട സിനിമയുടെ കഥ പോയിട്ട് കൂട്ടുകാരുടെ അടുത്ത് പറയാമെന്നുള്ള. അപ്പോൾ അന്ന് ഈ അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടും അച്ഛന് സിനിമ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ഒരുവിധം സിനിമകളൊക്കെ എന്നെ കൊണ്ടുപോയി കാണിക്കും. അതിൽ പലതും എനിക്ക് മനസ്സിലാവുമൊന്നുമില്ല, ആ പ്രായത്തിൽ മനസ്സിലാവുന്ന സിനിമകളല്ല. അന്ന് ഇറങ്ങുന്ന ഹോളിവുഡ് സിനിമകളും അതുപോലുള്ള വളരെ സീരിയസ് സിനിമകൾ, അടൂർ സാറിൻ്റെ സിനിമകളും, അങ്ങനെയുള്ള സീരിയസ് വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾ പോലും അച്ഛൻ ഒന്നും നോക്കാതെ എന്നെ കൊണ്ടുപോകും. തിയേറ്ററിലാണോ? തിയേറ്ററിൽ തന്നെ കൊണ്ടുപോകും. തിയേറ്ററിൽ അന്ന് തിയേറ്ററേ ഉള്ളൂ, അല്ലാതെ നമുക്ക് അന്ന് VHS കാസറ്റ് ഒന്നും വീട്ടിൽ കിട്ടുന്ന ഒരു മറ്റേ ഈ ഇങ്ങനെ തുണി വലിച്ച് കെട്ടിയിട്ട് മറ്റേ സ്ക്രീൻ, അങ്ങനെ അത്ര പഴയ കാലഘട്ടമാക്കണ്ട. കാരണം അതിലില്ല, അങ്ങനെ പുരാതന കാലത്തൊന്നും അല്ലല്ലോ. ആ സമയത്ത് എൻ്റെ ഓർമ്മയിൽ എക്സോസിസ്റ്റ് പോലുള്ള ഹോളിവുഡ് സിനിമകളൊക്കെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അങ്ങനെയുള്ള ഹൊറർ പടം ഞാൻ അന്നത്തെ കവിതാ തിയേറ്ററാണ് എൻ്റെ ഓർമ്മയിൽ. അന്ന് ഞാൻ നമുക്കൊരു ശീലമുണ്ടല്ലോ, പേടിക്കുന്ന സീൻ വരുമ്പോൾ നമ്മളിങ്ങനെ പ്രൊജക്ടറിലേക്ക് തിരിഞ്ഞു നോക്കുന്ന, അങ്ങനെയൊക്കെ ആയിരുന്നു.
പിന്നെ സ്കൂളിൽ ചില സിനിമകൾ വരും. അപ്പോൾ നീ പറഞ്ഞതുപോലെ അവിടെ ഒരു സ്ക്രീൻ ടെമ്പററി ഉണ്ടാക്കിയിട്ട് കാടിൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കുരങ്ങന്മാരുടെ കഥയൊക്കെ പറഞ്ഞ അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ അവിടെ നമുക്കുണ്ടായിരുന്നു. മറ്റേതൊക്കെ പ്രോപ്പർ തിയേറ്ററിൽ തന്നെയാണ്. അന്ന് അവിടെ ശ്രീശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് പഴയങ്ങാടി ഒരു തിയേറ്റർ ഉണ്ട്. ഇന്ന് ആ തിയേറ്റർ ഇല്ല. അപ്പോൾ ശ്രീശക്തിയിലൊക്കെ അതിൻ്റെ ഓണറും അവിടുത്തെ മാനേജർക്ക് അച്ഛൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അച്ഛൻ ആ വഴിക്ക് പോകുമ്പോൾ അച്ഛൻ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ എന്നെ തിയേറ്ററിൽ എത്തിയിട്ടാണ് അച്ഛൻ പോവുക. അപ്പം അങ്ങനെ അന്ന് വരുന്ന ഈ പറയുന്ന അന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, C ക്ലാസ് തിയേറ്റർ, അങ്ങനെ BC എന്നുണ്ടല്ലോ, അതിൽ C ക്ലാസ് തിയേറ്റേഴ്സാണ് അവിടെ. അപ്പോൾ പല സിനിമകളും പല തിയേറ്ററിൽ നിന്നും പോയി കഴിയുമ്പോഴാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ട സിനിമകൾ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ആരും കണ്ടിട്ടുണ്ടാവില്ല. തമിഴ് സിനിമകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ, ഇംഗ്ലീഷ് സിനിമകളൊന്നും അവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കഥകൾ പോയിട്ട് പറയാന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് യുവജനോത്സവത്തിൽ ഞാൻ അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ചാനലുകൾ തന്നെ ഇല്ല. ദൂരദർശൻ മാത്രമാണ് അന്ന് ചാനലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്റ്റേറ്റിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി, പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വരുന്നു, ന്യൂസിൽ വരുന്നു. അപ്പോൾ ആ പ്രായത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ നാട്ടിലും, കാരണം അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സ്വീകരണം തന്ന എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രൊസഷനായിട്ട് റോഡിലൂടെ പോയി സ്കൂൾ വരെ എത്തുക. അപ്പോൾ എല്ലാം എനിക്ക് സത്യത്തിൽ ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്തിരുന്നു അന്ന്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ താഴെയും എന്നെ മാത്രം ഒരു ജീപ്പിലും കൊണ്ടുപോകുമ്പോൾ ഈ പറയുന്ന പോലെ കൈവീശി കാണിക്കുന്നൊക്കെ പറയും എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനിത് ആരോടാണ് കൈവീശേണ്ടത്? ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ചമ്മലായിരുന്നു. ഒന്നാമത് ഞാൻ ആ സമയത്ത് പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ എൻ്റെ കംഫർട്ട് സ്പേസിൽ ഞാൻ ഭയങ്കര ആക്റ്റീവും കൂട്ടുകാരുടെ ഇടയിൽ ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുകയും ഇടിയും ഒക്കെ ഉള്ള ഒരുത്തനാണെങ്കിലും പബ്ലിക്കിൽ ഞാൻ ഭയങ്കര ഇൻഫീരിയർ ആയിട്ട് ഫീൽ ചെയ്യുന്ന, വളരെ ഇൻട്രോവേർട്ടായിട്ട് വളരെ കുറച്ച് സംസാരിക്കുന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പബ്ലിക്കിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫെയിം ഞാൻ ശരിക്കും അന്ന് ആസ്വദിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുമില്ല. ആ സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കുക എന്നുള്ളതല്ലാതെ, അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഇന്നത്തെ പോലത്തെ അടിച്ചു പൊളിയല്ല. എൻ്റെ മാക്സിമം അന്നുണ്ടായിരുന്ന എൻ്റെ ഓർമ്മയിൽ അടിച്ചു പൊളി എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ അടുത്താണ് പുഴ. അപ്പോൾ ഈ പുഴയിൽ മറ്റേ വാഴ തടയുണ്ടാക്കുക എന്ന് പറയും, നമ്മൾ ഈ ചെങ്ങാടം പോലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കളിക്കുക. അങ്ങനെയുള്ള കുറേ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ക്രിക്കറ്റ് കളിയും അന്ന് പലതരം കളികളുണ്ടായിരുന്നു. മടലൊക്കെ വെച്ചിട്ടുള്ള ബാറ്റും. അപ്പോൾ അത് ഇന്നത്തെ ബോൾ വെച്ചിട്ട് എറിയുന്ന അതുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു കുഴിയിൽ വെച്ച് ഇങ്ങനെ തട്ടി പൊക്കിയിട്ട് അടിക്കുന്ന കുട്ടിങ്കോലും എന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടിങ്കോലും കളികളും അതൊന്നും ഇന്നത്തെ ജനറേഷൻ ഒരു പക്ഷേ അറിയ പോലുമില്ല. ഞാനിപ്പോ ഈ പറയുമ്പോൾ അവർ വിചാരിക്കും പിന്നെ ചിലപ്പോൾ ഇത് ഇനി തള്ളാണെന്നൊക്കെ പറഞ്ഞ് ട്രോളിൽ വരും. പക്ഷേ ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ്. നമുക്കത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഓർമ്മകളാണ്. അന്നത്തെ ആ സൗഹൃദവും അതൊക്കെ നമ്മുടെ ഊർജമാണ്. നമ്മളൊരു പല ഞാൻ ആഡ്സ് ചെയ്യുമ്പോഴൊക്കെ കോൺസെപ്റ്റ് ഉണ്ടാക്കുമ്പോഴും ഒക്കെയും ഈ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദിച്ചതുപോലെ അന്നങ്ങനെ ഞാൻ ഫെയിം എൻജോയ് ചെയ്തിട്ടേ ഇല്ല. ആ സമയത്ത് പിന്നെ ഞാൻ ഒരുപാട് സിനിമകൾ അന്ന് ഇൻ്റർവെൽസ് ഉണ്ടായിരുന്നു. ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ വരാൻ ഒരു വർഷത്തിൽ 2 or 3 സിനിമകൾ, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ഒരു വർഷം ഗ്യാപ്പ്, അങ്ങനെയായിരുന്നു ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വടക്കൻ വീര അതൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ 6th പഠിക്കുന്ന സമയം, 6th or 7th അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അന്നൊക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. അതൊക്കെ ബാക്കി ചുറ്റുപാടും അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എൻ്റെ ഉള്ളിൽ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കംഫേർട്ടായിട്ടുള്ളൊരു കൂട്ടുകെട്ടിലാണ് ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നത്. അവിടെ അവർക്ക് ആർക്കും ഞാനൊരു നടനാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു താരമാണെന്നോ ഒന്നും അവർക്ക് ഇതുമില്ല, എനിക്കതുമില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഭയങ്കര കംഫർട്ടായിരുന്നു. അതെ. സിബി സാറിനോട് നേരത്തെ നമ്മൾ ഭരതം പോലുള്ള സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലനടനായിട്ട് അഭിനയിക്കുമ്പോൾ ഈ ചന്തുവിലാണെങ്കിലും ഭരതത്തിലൊക്കെ സിബി സാറും ഹരിഹരൻ സാറിൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അവരെങ്ങനെയായിരുന്നു? ഞാൻ വടക്കൻ വിരാതയുടെ ഓഡീഷൻ നടക്കുന്നത് ആദ്യത്തെ പടം പഠിപ്പുരയാണ്. പീനമൻ സാറിൻ്റെ പടമാണ്. പഠിപ്പുരയിലാണ് ഞാൻ അദ്ദേഹത്തെ അഭിനയിക്കുന്നത്. പക്ഷേ ആ സിനിമ റിലീസായിരുന്നില്ല. ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുമില്ല ആ സിനിമ. അത് കഴിഞ്ഞ് ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ കുറേ കാലം, അത് ഓഫ് ബീറ്റ് സ്വഭാവമുള്ളൊരു സിനിമയാണ്. അതിനിടയിലാണ് മുദ്രയിൽ ഞാൻ അഭിനയിക്കുന്നത്. അങ്ങനെ മുദ്രയാണ് ഫസ്റ്റ് തിയേറ്ററിൽ റിലീസായ സിനിമ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ മുഖം കാണുന്നത് ആ സിനിമ ബിഗ് സ്ക്രീനിൽ കാണുന്നത്. മമ്മൂക്കയുടെ അതെ മമ്മൂക്കയുടെ സിനിമ. അപ്പോൾ അതിൽ അന്ന് ഞാനത് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം മുദ്ര ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ സിബി സാർ എൻ്റെ നമ്പർ, അന്ന് മൊബൈൽ നമ്പറില്ല, വീട്ടിൻ്റെ അടുത്തുള്ളൊരു നമ്പറാണ്,
അപ്പോൾ ആ നമ്പർ വാങ്ങിച്ചു വെക്കാൻ വേണ്ടി പറയുകയും പിന്നീട് തുടർന്നിട്ട് ദശരഥത്തിലേക്ക് വിളിക്കുന്നു, പിന്നെ ഭരതം ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ദേവദൂതനിലെത്തുന്നത്. ഇൻ ബിറ്റ്വീൻ വടക്കൻ വീരാതയുടെ ഒരു ഓഡീഷൻ നടന്നിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ആ ഓഡീഷനിൽ ഞാൻ ഒട്ടും പെർഫോം ചെയ്തിട്ടൊന്നുമില്ല. കാരണം ബാക്കി എല്ലാ കുട്ടികൾക്കും മോണാക്റ്റും മറ്റ് കഥാപ്രസംഗം അങ്ങനെയൊക്കെ ചെയ്യുന്ന മിമിക്രിയൊക്കെ ചെയ്യുന്ന കുട്ടികളായിരുന്നു. എനിക്ക് ഡാൻസാണ് ആകെ അറിയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഫെയിലിയർ ആയിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ഫെയിലിയർ ആയിരുന്നു. MT സാറും ഹരിഹരൻ സാറൊക്കെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാനതൊക്കെ വളരെ മടിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര പബ്ലിക്കിൽ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ മടിച്ച് ഉത്തരം പറയുകയും എന്നാൽ മോൻ ഫോട്ടോ എടുത്തിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ഫോട്ടോ എടുത്ത് വിടുകയും പുറത്തിറങ്ങിയപ്പോഴാണ്, കാരണം പേരൻസിനകത്ത് വിടില്ലായിരുന്നു, പുറത്തിറങ്ങിയപ്പോഴാണ് അച്ഛൻ ചോദിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ സമാധാനിപ്പിക്കാൻ ഗംഭീരമായിരുന്നു എന്നൊക്കെ പറഞ്ഞു, ഞാൻ നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ എനിക്കറിയാം എന്നെ ആ സിനിമയിൽ വിളിക്കില്ല, കാരണം അവിടുത്തെ പെർഫോമൻസ് വെച്ച് എന്തായാലും 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, 11 വയസ്സുണ്ടാവും. അപ്പോൾ എനിക്കറിയാം എന്നെ ഒരിക്കലും ഞാൻ ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ സ്റ്റേറ്റ് സിലബസിൽ ഏറ്റവും റിമോട്ടായിട്ടുള്ള ഒരു വില്ലേജിൽ നിന്ന് വന്ന ഒരാളും അവിടെ നിൽക്കുന്നത് മുഴുവൻ ഈ പറയുന്ന ഹൈ സൊസൈറ്റിയുടെ അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് കുട്ടികളും അവരുടെ ബഹളവും അവരുടെ ഓവർ സ്മാർട്ടായിട്ടുള്ള പെരുമാറ്റമൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ഒതുങ്ങി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്നെ ഇൻ്റർവ്യൂവിന് അകത്തേക്ക് വിളിക്കുന്നത്. അവിടെ പോയിട്ടും എനിക്ക് ഭയങ്കര പരിഭ്രമമായിരുന്നു. ഇവരെ എനിക്കറിയില്ല MT സാർ ആരാണെന്നോ അല്ലെങ്കിൽ ഹരിഹരൻ സാർ ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നെ അകത്തേക്ക് വിടുന്നു, അവരെൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹരിഹരൻ സാറിൻ്റെ തന്നെ അസോസിയേറ്റ് ആയിട്ടുണ്ടായിരുന്ന അനിൽ ബാബു, അതിൽ ബാബു PRS ബാബു, അദ്ദേഹം ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു പഠിപ്പുരയ്ക്ക് ശേഷം. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനിൽ ഈ ഞാനും ജോമോളും ആ പടത്തിലുണ്ട്. അങ്ങനെ ഹരിഹരൻ സാർ വിളിച്ചിട്ട് നിൻ്റെ പടത്തിൽ കുട്ടികളുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഞങ്ങളെ, അപ്പോൾ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ഞാൻ ഭയങ്കര കംഫർട്ടായിരുന്നു അഭിനയിക്കാൻ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ക്യാമറ ഉള്ളത് കൊണ്ടുള്ള ഒരു ഇതായിരുന്നു അദ്ദേഹം. അല്ല, അത് ഞാൻ സ്റ്റേജ് പെർഫോമർ ആയതുകൊണ്ടാണ്, ഡാൻസ് ചെയ്തത് കൊണ്ടും ഇത്രയും പബ്ലിക്കിനെ അങ്ങനെ ഫേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് അങ്ങനെയുള്ളൊരു ഇൻഹിബിഷൻ ഇല്ലായിരുന്നു, ക്യാമറയുടെ മുമ്പിൽ ഇൻഹിബിഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്ത് എന്നെ വെച്ചിട്ട് സിനിമ ചെയ്ത, എന്നെയും ജോമോളെയും വെച്ച് ചെയ്ത അനിൽ ബാബു, അദ്ദേഹം ഹരിഹരൻ സാറിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്താണ് ഇങ്ങനെ 2 പേരുണ്ട്, ഇവർ നല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഹരിഹരൻ സാർ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ഓർത്തിട്ടാണ് എന്നെ വിളിച്ചത്. ഈ ഒരു സജഷൻ എന്നാണ് എനിക്ക് അങ്ങനെ അങ്ങോട്ടൊരിക്കൽ ഒരു കോള് വരുന്നത്. അങ്ങനെ വടക്കൻ വീരാതയുടെ അവിടെ ചെന്നിട്ടും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ചന്തു ആരാണെന്നും ആരോമൽ ശേഖർ ആരാണെന്നും കണ്ണപ്പനും അങ്ങനെ ഓരോരുത്തരെയും കുഞ്ഞിരാമനെയും ഒക്കെ പിക്ക് ചെയ്യായിരുന്നു ഇവർ 2 പേരും കൂടെ. അപ്പോൾ അത് ഒക്കെയും എനിക്കറിയില്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഒന്നും സിനിമയോ അല്ലെങ്കിൽ ഇവരുടെ അന്നൊന്നും ഞാൻ MT സാറിൻ്റെ വായനയൊന്നും നമ്മൾ പിന്നീടാണല്ലോ അറിയുന്നത്. അപ്പോൾ ആ പ്രൊജക്റ്റുകളുടെയൊക്കെ വാല്യൂ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അഭിനയിച്ച സിനിമകളാണ് ഇപ്പോൾ സർഗമായാലും ഹരിഹരൻ സാറിൻ്റെ കൂടെ തന്നെ, പിന്നെ ദേവദൂതൻ ചെയ്യുമ്പോഴും. അപ്പോഴേക്കും എനിക്ക് ഭരതം എന്താണെന്നും ദശരഥ എന്താണെന്നും എന്താണ് ലാലേട്ടൻ മലയാള സിനിമയിൽ അല്ലെങ്കിൽ വേൾഡ് സിനിമയിൽ ലാലേട്ടൻ ആരാണെന്നും മമ്മൂക്ക ആരാണെന്നും ഒക്കെ അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇവരാരാണെന്നുള്ളത്. നമ്മൾ അവരുടെ സിനിമകൾ ഓണം അല്ലെങ്കിൽ വിഷു ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഒരു ആഘോഷമാക്കി കണ്ടുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും വെയിറ്റിംഗ് ആയിരുന്നു. പത്രത്തിൽ കാണുമ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഈ സിനിമക്ക് കൊണ്ടുപോകുമായിരിക്കും, അങ്ങനെ ആഘോഷിച്ച് കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഇവരുടെ ഒന്നും വാല്യൂ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അത് വലുതായപ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് പിന്നെ ചെയ്ത സിനിമകളിലൊക്കെ ഞാൻ അവരുടെ കൂടെ, ഇപ്പോൾ ദേവദൂതൻ ചെയ്യുന്ന സമയത്തേക്കും ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ കോമ്പിനേഷനിൽ. കിരീടം എന്ന് പറയുന്ന സിനിമ എൻ്റെ എക്കാലത്തെയും, ഞാൻ എത്രയോ ലോക ക്ലാസിക്കുകൾ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ എക്കാലത്തെയും ഏറ്റവും ഫേവറേറ്റ് സിനിമ കിരീടമാണ്. അതിനുശേഷവും ഞാൻ ഒരുപാട് സിനിമകൾ, നമ്മൾ സിനിമയെ ഇഴകീറി പഠിക്കുക എന്ന് പറയില്ല, അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് പഠിക്കുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകൾ ഉണ്ടായപ്പോഴും ആ കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമ തന്നെയാണ് ഇന്ന് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന സിനിമകൾ. അതിൻ്റെ സ്ക്രീൻ പ്ലേ സ്ട്രക്ചർ ആയാലും അതിനകത്തുള്ള പെർഫോമൻസ് ആയാലും അത്രയും കുറച്ച് ദിവസത്തിനകത്ത് അത്ര മനോഹരമായിട്ടുള്ളൊരു സിനിമ അത്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് എനിക്ക് ദേവദൂതനിലേക്ക് ഒരു കോൾ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കുട്ടിയൊക്കെ പോയി, ആ കുട്ടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ടീനേജ് കാലത്താണ്. അപ്പോൾ ഞാൻ 20 വയസ്സിന് മേലെയായി, 22 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ദേവദൂതൻ ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഡിമാൻഡ് ചെയ്ത ഒരു സിനിമയായിരുന്നു. ഞാൻ ഈ സിനിമയിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഇവിടെ എന്നെ വിളിച്ച് എറണാകുളത്ത് വന്ന് ഓഡീഷൻ കഴിഞ്ഞിട്ട് എനിക്കൊരു, ഇപ്പോൾ വടക്കൻ വീരാതയുടെ പറഞ്ഞതുപോലെ ഫോട്ടോ എടുത്തിട്ട്, പക്ഷേ അന്നത്തെ ആ ഒരു ഇൻഫീരിയർ കുട്ടിയിൽ നിന്ന് ഞാൻ മാറിയത്. പിന്നെ അറിയാവുന്നതാണ്, സിബിസാറിൻ്റെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് അന്ന് പെർഫോം ചെയ്യിപ്പിച്ചൊന്നും നോക്കിയില്ല, ജസ്റ്റ് ആ ക്യാരക്ടർ, ആ കോസ്റ്റ്യൂമിൽ സിബിസാർ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് എന്നെ വിടുക ചെയ്ത്. പിന്നെ ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് കോൾ വരുന്നത്.
ഒരുപാട് വിനീതുമാരുള്ളതിലിടയ്ക്ക് പലപ്പോഴും വിനീത് കുമാറിനെ തിരിച്ചറിയുന്നത് കണ്ണ് ഒരു വലിയ ഘടകമാണ് പലപ്പോഴും, അല്ലേ? തീർച്ചയായും. ആ പടത്തില് കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളായിട്ടില്ല. അതെ അതെ അതെ. അത് എങ്ങനെയായിരുന്നു അന്ധനായിട്ട് അഭിനയിക്കുമ്പോൾ? അല്ല, അത് എനിക്ക് ആ സിനിമയുടെ ലൊക്കേഷനിൽ എത്തുന്നത് വരെയും എൻ്റെ ക്യാരക്ടർ ബ്ലൈൻഡ് ആണെന്നുള്ളത് എനിക്കറിയില്ല. ഒന്ന് ക്യാരക്ടർ അറിയില്ല, കഥ അറിയില്ല. സിബിസാറിൻ്റെയും ലാലേട്ടൻ്റെയും കോമ്പിനേഷനിൽ രഘുനാഥ് പലേരി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വീണ്ടും ഒരു കൂട്ടായ്മ എന്നുള്ള രീതി. അതാണ് നമ്മൾ അന്നൊക്കെ അങ്ങനെയായിരുന്നു. അന്ന് വരുന്ന സിനിമകൾ ആരാണ് അതിൻ്റെ ടെക്നീഷ്യൻ എന്നുള്ളതല്ലാതെ കഥ ചോദിച്ചിട്ടൊന്നുമല്ല ഒരു സിനിമയും അന്നത്തെ കാലത്ത് കമ്മിറ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഫസ്റ്റ് ഷോട്ടിന് ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ബ്ലൈൻഡാണ്, എൻ്റെ ക്യാരക്ടർ ബ്ലൈൻഡാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ പല ബ്ലൈൻഡും നമ്മൾ കണ്ട സിനിമകളിലുള്ളയും നേരിട്ട് കണ്ട ആളുകളുടെയൊക്കെ രൂപവും അവരുടെ ചലനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വന്നു. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സിബിസാർ എൻ്റെ അടുത്ത് ഒരു ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം സാർ എൻ്റെ അടുത്ത് വന്നിട്ട് നെറേറ്റ് ചെയ്ത് തന്നു. അതായത് എന്താണ് ഈ ക്യാരക്ടർ, സാർ കൺസീവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് രഘുനാഥ് പലേരി സാർ അത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് സാർ എനിക്ക് പറഞ്ഞു തന്നപ്പോഴാണ് അതുപോലെയാണ് ഞാൻ അതിൽ പെർഫോം ചെയ്തത്. കാരണം നിഖിൽ മഹേഷ് ഒരു വെൽ റിട്ടൺ ക്യാരക്ടറായിരുന്നു. രഘുനാഥ് പലേരി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെ ആ ക്യാരക്ടറിൻ്റെ നടത്തവും അയാളുടെ തല ഉയർത്തിയിട്ടാണ് അയാൾ നോക്കുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രോപ്പറായിരുന്നു. എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ സിനിമയിലും ഉണ്ട് അതിപ്പോൾ. അത് സിബിസാർ പ്രോപ്പർ ഒരു അദ്ദേഹത്തിന് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഫീഡ് ചെയ്ത് തന്നു, ഞാനത് പെർഫോം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ദേവദൂതിലെ ടെക്നീഷ്യൻസ് ഒക്കെ ഭയങ്കര പുതിയതായിട്ട് എനിക്ക് തോന്നുന്നു സന്തോഷ് തുണ്ടിൽ ആണെങ്കിലും ഒക്കെ വേറൊരു എനിക്കൊന്ന് FT എന്നൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ഒരു ഇതായിരുന്നല്ലോ. ഞാൻ വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് വെച്ചിട്ട് ഇവരൊക്കെ ആയിട്ട് ചെയ്യുമ്പം എന്തെങ്കിലും പുതിയതായിട്ട് നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ പുതിയ എക്സ്പീരിയൻസ് എന്തെങ്കിലും അല്ലെങ്കിൽ ദേവദൂതൻ്റെ ഒരു ടോട്ടൽ വർക്കിലുണ്ടായിരുന്നു. അത് അവരൊന്നും ആ സമയത്ത് സന്തോഷ് തുണ്ടിയിൽ കുച്ചു ചൗത്താഹയും അതുപോലുള്ള ഗംഭീര സിനിമകൾ ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ദേവദൂതൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് എഞ്ചിനീയറാണ് ശ്രീധർ സാർ. അപ്പോൾ ശ്രീധർ സാറാണ് അതിൻ്റെ മിക്സിങ് ചെയ്തത്. ആർട്ട് ചെയ്തിരിക്കുന്ന മുത്തുരാജ്, അവരൊക്കെയും ആ സമയത്തുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസാണ്. അപ്പോൾ അവരൊക്കെയാണ് അതിനകത്ത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സിനിമ ചെയ്യുന്ന സമയത്ത്, ദേവദൂതൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ലൊക്കേഷനിൽ എത്തുമ്പോൾ തന്നെ എനിക്കത് ആ സിനിമയുടെ വലിപ്പം ഒരു പരിധി വരെയൊക്കെ എൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു. കാരണം അങ്ങനെയുള്ളൊരു സെറ്റും നമ്മൾ അതുവരെ സിനിമയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കോസ്റ്റ്യൂം, വേറൊരു സിനിമയാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലായി. കാരണം അവിടുത്തെ കുതിരവണ്ടിയും അങ്ങനെയുള്ള ഒരു പരിപാടി അതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ എനിക്ക് അവിടെ സെറ്റിൽ ചെല്ലുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള എല്ലാ എക്സ്പീരിയൻസും നമുക്ക് ഭയങ്കര പുതിയതായിരുന്നു. ഒരു പട്ടിയുടെ കഥ അത് പിന്നെ അത് ഞാൻ കുറെ റിപ്പീറ്റ് ചെയ്താണ്. അത് പറയണ്ട, എനിക്കൊരു സംശയം വന്നപ്പോഴേ അന്ന് ഈ പട്ടി അടിച്ച് ഇഞ്ചക്ഷൻ എടുക്കണ്ട അതൊക്കെ അതിൻ്റെ ആ സ്പിരിറ്റോട് കൂടിയിട്ടേ ഞാനത് കണ്ടിട്ടുള്ളൂ. എനിക്ക് ആ സമയത്ത് ഭയങ്കര ത്രില്ലോട് കൂടി ചെയ്തതാണ്. പിന്നീട് ആലോചിക്കുമ്പോൾ അതെങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു ആലോചനയുണ്ട്. പക്ഷേ നമുക്ക് ക്യാമറയുടെ മുമ്പിൽ എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കും അതുപോലെ ലാലേട്ടനായാലും എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. രാജുവും ഫഹദും എല്ലാവരും ആക്ഷൻ സീക്വൻസ് ആയാലും ഒരുപാട് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടല്ലോ. എല്ലാ ആക്ടേഴ്സിനും പല രീതിയിൽ പറ്റാറുണ്ട്. അത് നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതിൽ താരതമ്യേന കുറച്ചുകൂടെ അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടില്ലാത്തൊരു പണിയായിരുന്നു അത്. അതെ അതെ. ഈ അതിന് ശേഷം 20 വയസ്സൊക്കെ ആദ്യമായിട്ടുള്ള പടമാണ്. ചൈൽഡ് ആർട്ടിസ്റ്റിന് ശേഷം ആദ്യമായിട്ട് ചെയ്തത് അല്ലേ? ആ സിനിമയുടെ പരാജയം കുറച്ച് നമ്മൾ പറയുന്ന ആൾക്കാർ അത്ര ഏറ്റെടുക്കാത്തൊരു സിനിമയായിരുന്നല്ലോ ദേവദൂതൻ. അതെ. എങ്ങനെ നമ്മളെ ബാധിച്ചിരുന്നു അത്? അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിൽ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ മത്സരിക്കുന്ന സമയമായാലും എനിക്ക് പെർഫോം ചെയ്യുമ്പോഴേ ഞാൻ ടെൻഷൻ അടിക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. ആ പെർഫോമൻസ് കഴിഞ്ഞ് അതാണ് എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം. അത് അന്ന് തൊട്ടേ അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അത് എത്ര ചെറുതായിക്കോട്ടെ, എത്ര നമ്മളെ സമയം എടുക്കുന്നതായാലും, എത്ര സമയം കുറച്ചെടുക്കുന്നതായാലും എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ 100% അവിടെ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചിട്ട് ഞാൻ ലീസ് ബോധേഡാണ്. അന്നും അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയാണ്. കാരണം അത് എൻ്റെ കയ്യിലല്ല. ഇപ്പം ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത് ഞാൻ അതിൻ്റെ കോപ്പി ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്വാളിറ്റി ചെക്ക് ചെയ്ത് നാളെ റിലീസായി കഴിഞ്ഞാൽ പിന്നെ അത് പ്രേക്ഷകരുടെ കയ്യിലാണ്. ആ കാണുന്ന അവർ പറയുന്ന റിവ്യൂ ആയാലും അവർ പറയുന്ന കമൻസ് ആയാലും എല്ലാം എനിക്കതിനകത്ത് ഒരു ഇൻഫ്ലുവൻസും ഇല്ല. പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ദേവദൂതൻ അന്ന് റിലീസായി കഴിയുമ്പോൾ
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഫാമിലിയും എൻ്റെ കൂട്ടുകാരും എല്ലാവരുമായിട്ടാണ് ആ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. കണ്ടു, ഞാനത് ഫീൽ ചെയ്തു, ബാക്കിയുള്ള ഇവരുടെ കമൻസ് കേട്ടു. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ ബാധിച്ചത്, അല്ലെങ്കിൽ എനിക്ക് വിഷമമായത്, ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഞാനത് ആലോചിച്ച് ഡൗൺ ആവുമോ ഒന്നും ചെയ്തില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വിഷമമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സെറ്റിൽ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ആ സെറ്റിൽ അന്ന് ഏറ്റവും എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്തത്. കാരണം സിയാദ് അന്ന് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫ്ലഡ് ചെയ്തിരുന്നു പുള്ളി. അതിനകത്ത് ഒരു രീതിയിലും ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ആയിട്ടോ ഒന്നുമില്ല. എൻ്റെ തന്നെ കുട്ടിക്കാലത്ത് ഞാൻ അഭിനയിച്ച ബാലതാരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല സിനിമകളുടെ സെറ്റിലും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഞാൻ ഹോട്ടലിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് ടിക്കറ്റ് ഉണ്ടാവില്ല പോകാൻ, പൈസ പറഞ്ഞൊരു പൈസ അവർ തരില്ല. അങ്ങനെ ഒരുപാട് ചെക്കുകളൊക്കെ വെറുതെ വീട്ടിൽ കിടക്കുകയും നമുക്ക് പറഞ്ഞ പൈസ കിട്ടാൻ തന്നെ വീണ്ടും ചോദിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായ സമയത്ത് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയുടെ ഓരോ ഷെഡ്യൂൾ തീരുന്ന സമയത്തും കൃത്യമായിട്ട് രഞ്ജിത്തേട്ടനായിരുന്നു അതിൻ്റെ കൺട്രോളർ. അപ്പോൾ രഞ്ജിത്തേട്ടൻ എന്നെ അവിടെ റൂമിലുള്ള ഫോണിൽ വരും, കോൾ വരും, മോനെ കാർ വരുന്നുണ്ട് എന്ന് പറയും, കുറച്ച് പൈസ കൊടുത്തു വിട്ടിട്ടുണ്ട് എന്ന് പറയും. അത് ആ കുറച്ച് പൈസ എന്ന് പറയുന്നത് അന്നത്തെ എൻ്റെ സിനിമയിൽ, ഞാൻ അതിനു മുമ്പ് ചെയ്ത സിനിമകളുടെ വിചാരിച്ചതിൻ്റെ എത്രയോ മടങ്ങായിരുന്നു. അങ്ങനെ എനിക്ക് റെമ്യൂണറേഷൻ തരികയും എന്നെ ട്രീറ്റ് ചെയ്യുകയും ചെയ്തൊരു സിനിമയാണ് ഇത്. സിനിമയുടെ എല്ലാ ആസ്പെക്റ്റിലും ഉണ്ടായിരുന്നു. അതിൻ്റെ ആർട്ട്, പല സെറ്റും അവർ റീവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മഴ, വെള്ളത്തിൻ്റെ പ്രശ്നം, അതൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം അവിടെ കയറുന്ന ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ അങ്ങനെ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണോ ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ ടെക്നീഷ്യൻസും അതിനകത്ത് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ്. ആ സിനിമ ആ വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ ആളുകൾ അതിനെ കറക്റ്റായിട്ട് എടുത്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു. അത് കൂടുതൽ ആളുകൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്കതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു. അതായത് അത് ബിസിനസ് ആവുന്നുണ്ടോ, നമ്മൾ അന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടുന്ന ഒരു പ്രായമല്ല, നമ്മളത് ചെയ്തിട്ടുമില്ല. അപ്പോൾ എനിക്കറിയില്ല ഇത് നഷ്ടം ഉണ്ടാക്കിയോ. അത് പിന്നീട് പറയുമ്പോഴാണ്, എസ്പെഷ്യലി ഇപ്പോഴാണ് സിയാദ്ക്കയും സിബിസാറൊക്കെ ഇൻ്റർവ്യൂവിൽ എൻ്റെ കൂടെ ഇരുന്നിട്ട് സംസാരിക്കുമ്പോഴാണ് അവർക്ക് ഇത്രയും ഇതിന് ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു എന്നുള്ളത് അറിയുന്നത്. എനിക്കത് അങ്ങനെ എന്നെ ബാധിച്ചത് ഈ രീതിയിലാണ്. ഐ മീൻ, ഇത് കുറേ ആളുകൾ കാണണമായിരുന്നല്ലോ ഈ സിനിമ എന്ന് ഞാൻ ആഗ്രഹിച്ചത്. ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ ദേവദൂതനെ ഇപ്പോൾ കാണുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്ന്, ഇപ്പോൾ എന്തായാലും നമ്മൾ ചെയ്ത സിനിമകളൊക്കെ നമ്മളുടെ ഒരു ഡയറക്ടോറിയൽ കാര്യത്തിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സോ ദേവദൂതൻ എങ്ങനെയാണ് ഇപ്പോൾ നോക്കി കാണുന്നത്? ദേവദൂതൻ ഞാൻ അന്ന് സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു പേഴ്സണലി. എനിക്കതിനകത്തുള്ള ചില ഹ്യൂമർ സീക്വൻസുകളും ചില ആക്ഷൻ സീക്വൻസുകളൊക്കെ അന്ന് തിയേറ്ററിൽ നിന്ന് ഞാൻ ഫസ്റ്റ് വാച്ചിൽ തന്നെ അത് ഡൈവേർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ആ സിനിമയ്ക്ക്, ഇപ്പോൾ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു ജോണർ കൺഫ്യൂഷൻ ഉണ്ട്. നമുക്കത് ഹൊററാണോ, ത്രില്ലറാണോ, അത് റൊമാൻറ്റിക് ഫിലിമാണോ, റൊമാൻസ് ആണോ, മിസ്റ്ററി ആണോ, എന്നാൽ ഇതിൻ്റെ എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലെൻഡാണ് ആ സിനിമ. അപ്പോൾ അങ്ങനെ ഒരു ജോണർ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പ്രേക്ഷകൻ വരുമ്പോൾ പ്രേക്ഷകനും ഈ കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവരെ അത്തരത്തിലേക്ക് ഡീവിയേറ്റ് ചെയ്യാവുന്ന ചില സീൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ന്യൂ വേർഷനിൽ, ഇപ്പോൾ ഈ റിലീസാവുന്ന വേർഷനിൽ ഞാൻ സിബി സാറിന് മനസ്സിലാക്കിയൊരു കാര്യം, സാറ് പറഞ്ഞിരിക്കുന്നത് അന്നും സാറിന് വിയോജിപ്പുണ്ടായിരുന്ന പല സംഗതികളും അന്നത്തെ കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ആഡ് ഓൺസ് ആയിരുന്നു. അതൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള ആ സോളിൽ നിന്നിട്ട് തന്നെയാണ്, ആ കഥയുടെ സോളിൽ നിന്നിട്ടാണ് ഇപ്പോൾ കഥ പറഞ്ഞിരിക്കുന്നത്. ഇതും അന്ന് എനിക്ക് കാണുമ്പോൾ എനിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അത് എനിക്ക് ഒരു തരത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ പിന്നീട് അന്ന് അങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കതൊരു രസം തോന്നിയിരുന്നു. കാരണം ആ സമയത്ത് നമ്മൾ സിനിമ കാണുമ്പോൾ അയ്യോ ആ സിനിമയിൽ അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിങ്ങനെ വേണമായിരുന്നു എന്നൊക്കെ നമ്മൾ ആലോചിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുമ്പോൾ അതിൻ്റെ എല്ലാ എസൻസോടും കൂടിയിട്ടാണ് വരുന്നത്. ഞാൻ അതിനകത്ത് പിന്നീട് ഞാൻ റീവാച്ച് ചെയ്തിട്ടില്ല ദേവദൂതൻ. ഞാൻ അന്ന് തിയേറ്ററിൽ നിന്ന് 2 തവണ കണ്ടതല്ലാതെ പിന്നീട് ഞാൻ ചാനലിലൊന്നും കണ്ടിട്ടില്ല. കാരണം അന്ന് കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ആ ക്യാരക്ടർ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ക്യാരക്ടറിൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു ആ സമയത്ത്. എനിക്ക് ഞാൻ ആ ആക്ടറും കൂടെ ആയതുകൊണ്ട്, ആ ക്യാരക്ടർ ചെയ്ത് ഞാനായതുകൊണ്ട് എനിക്കത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. പിന്നീട് ഞാൻ അത് റീവാച്ച് ചെയ്തു. നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ അത് പ്രേക്ഷകന് അതൊരു വിങ്ങൽ ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഡിസ്റ്റർബ് ആക്കിയിട്ടുണ്ടെന്നുള്ളത് വളരെ അത് രണ്ടായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഞാൻ എന്ന് പറയുന്ന ആക്ടർ ഒരു പ്രേക്ഷകനായിട്ട് സിനിമ കാണുമ്പോഴും ഒരു സാധാരണ പ്രേക്ഷകൻ കാണുമ്പോഴും അവർക്കുണ്ടാക്കുന്ന ഡിസ്റ്റർബൻസ് ആണോ
എനിക്കുണ്ടാക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ചിലപ്പോൾ എനിക്ക് കുറേയും കൂടെ അത് ഇമ്പാക്ട്ഫുൾ ആയിരിക്കും, എൻ്റെ വീട്ടുകാർക്ക് അത് കുറേയും കൂടെ ഇമ്പാക്ട്ഫുൾ ആയിരിക്കും അന്ന്. ഇപ്പോൾ സിനിമ കാണുമ്പോൾ എനിക്കതൊരു പ്യുവർ ഒരു സിനിമയായിട്ടും അതിൻ്റെ എല്ലാ എസ്തറ്റിക്സും അതിൻ്റെ ആർട്ടിസ്റ്റിക്കൽ വാല്യൂസും ഉൾക്കൊണ്ടുകൊണ്ടിട്ടായിരിക്കും ഞാൻ ആ സിനിമ കാണാം. ഡയറക്ടർ എന്നുള്ളത് മാത്രമല്ല, ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, 24 ഇയേഴ്സിൻ്റെ ഒരു ഗ്യാപ്പിൽ ടോട്ടലി ഡിറ്റാച്ച്ഡ് ആണ്. അന്ന് പക്ഷേ സിനിമ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അത് ഇതും ഭരതത്തിൽ ആ ഭാരതപ്പുഴയുടെ സീൻ എനിക്ക് ഒരിക്കലും അന്ന് എൻ്റെ കണ്ണെന്ന് അറിയാതെ എനിക്കത് കാണാൻ പറ്റില്ല. ഭയങ്കര ഇമോഷണൽ വേരിയേഷൻ ഉള്ള ഒരു ക്യാരക്ടർ. അതാണ് ആ ക്യാരക്ടർ അന്ന് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്ത പടമാണ് ഭാരതം. അപ്പൊ അന്ന് കരഞ്ഞോ? പിന്നെ ശരിക്കും കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒറ്റ ടേക്കിലാണ് ആ സീൻ എടുത്തത് ആദ്യം, പിന്നെയാണ് അതിൽ കട്ട്സ് പോയത്. അപ്പോൾ ആ ഒറ്റ ടേക്കിൽ അത് പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ പല ഡയലോഗ്സും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഇമോഷൻ്റെ പുറത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ പേരും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് വേറെ കുട്ടികളൊക്കെ ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ടു. ആർക്കും അത് ഡബ് ചെയ്യാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട്. അന്ന് ഇന്നത്തെ പോലെ ഈ പറയുന്ന പോലെ വലിച്ചിടുക അങ്ങനെയുള്ള പരിപാടി ഇല്ല, ട്രാക്സ് അല്ലല്ലോ. അന്ന് ഒരു റീൽ അവിടെ ഓടിക്കൊണ്ടിരിക്കും, മുകളിലാണ് അത് റെക്കോർഡിങ് നടക്കുന്നത്, വേറൊരു ഇതിലാണ് ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ പോവുകയാണെങ്കിൽ വീണ്ടും ഇതെല്ലാം സ്പൂൾ പിറകോട്ട് റോൾ ചെയ്ത് പിന്നെ വീണ്ടും ചെയ്യണം. ഇന്നത്തെ പോലെ നമുക്ക് എവിടെയെങ്കിലും ചെയ്ത് വെച്ചിട്ട് ഇന്നിപ്പോൾ എന്താണെന്ന് അറിയാം, നമ്മളൊരു സീനിലും നമുക്ക് അവിടെ പോലും ഡബ് ചെയ്യണ്ട, നമ്മളത് കണ്ടിട്ട് പിന്നെ ഒരു ബ്ലാങ്ക് സ്പേസിൽ ഡബ് ചെയ്ത് പിന്നെ ആ സൗണ്ട് ഇവിടെ കൊണ്ടിടാം. അന്നത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അത് ഒരുപാട് പേര് അറ്റംപ്റ്റ് ചെയ്തിരുന്നു. ഞാൻ അങ്ങനെ ആർക്കും പറ്റാതായപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നതും. അങ്ങനെ ഞാൻ ചെന്നൈയിലാണ് അതിൻ്റെ ഡബ്ബിങ് ഉണ്ടായത്. അപ്പോൾ ചെന്നൈയിൽ ഭരതം ഡബ് ചെയ്യുന്ന സമയത്ത് ബാക്കിയൊക്കെ സീനൊക്കെ വളരെ ഈസി ആയിട്ട് പോയി. ഈ സീനെത്തിയപ്പോൾ ഞാനും പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് അല്ല, എൻ്റെ കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചില ആഡ് ഓൺസ് ഉണ്ട്. നനഞ്ഞിട്ടാണ് ആ ഡയലോഗ് പറയുന്നത്. സില്ലൗട്ടിലാണ്, സെമി സില്ലൗട്ടാണ്. അപ്പോൾ സില്ലൗട്ടിൽ ഈ നനഞ്ഞ് എൻ്റെ ലിപ്പ് ഷിവർ ചെയ്യുന്നുണ്ട്, കരയുന്നതിൻ്റെ ഷിവറിങ് ഉണ്ട്, ഈ തണുപ്പിൻ്റെതുണ്ട്, എല്ലാം കൊണ്ടും ഞാൻ എനിക്ക് തോന്നുന്നു രാത്രി ഒരു 8 മണിക്ക് ഡബ്ബിങ് തുടങ്ങിയിട്ട് പുറച്ച് 4 മണി വരെ ആ ഒറ്റ സീൻ ഡബ് ചെയ്തു. അപ്പോൾ അപ്പോഴേക്കും ഞാൻ തളർന്നിരുന്നു ശരിക്കും ആ സീൻ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ഫൈനലി തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എനിക്കത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു ആ സീൻ കാണുമ്പോൾ എൻ്റെ ആ പ്രായത്തിൽ. അപ്പോൾ അതും ഞാൻ റീവാച്ച് ചെയ്യാറില്ല. എസ്പെഷ്യലി ഭരതം ഞാൻ പിന്നീട് സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ സീൻ എത്തുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒന്നുകിൽ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആരോടെങ്കിലും സംസാരിക്കും, അതിൽ നിന്ന് കട്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത 2 സിനിമകൾ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ. അത് എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അതും ദേവദൂതനിലെ ക്ലൈമാക്സ് സീനും, ഇത് രണ്ടും ഞാൻ കഴിയുന്നതും ആ സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് പോയിട്ട് അത് കട്ടാവാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ വിനീതേട്ടനെ ശരിക്കും ഓർക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് അറിയാൻ തുടങ്ങിയത് കൺമഷി എന്ന് പറയുന്ന സിനിമയിലാണ്. ആദ്യം കാണുന്ന മറ്റേ നൂല് വലിച്ചു കെട്ടി വന്ന് വീഴുന്ന ഓർക്കുന്നുണ്ട്. അത് ഞാൻ ആ 3 പ്രാവശ്യം കണ്ടു, എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല സത്യമായിട്ടും. അപ്പോൾ കൺമഷി ഒരു നായകനായിട്ട് പിന്നീട് ആദ്യത്തെ സിനിമ അല്ലേ? ആ സിനിമ എക്സ്പീരിയൻസ് എനിക്കൊന്ന് കോഴിക്കോട് അതെ വിനു സാർ ചെയ്തതാണ്. അത് ആക്ച്വലി ഞങ്ങൾ മിൻരാജ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ് കൺമഷിയുടെ പ്രൊഡ്യൂസർ. അപ്പോൾ അദ്ദേഹം IV ശശി സാറ് മൊണാലിസ എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഞാനും ഗീതു മോഹൻദാസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പെയർ ചെയ്തിട്ടായിരുന്നു അന്ന് ആ സിനിമ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നു. ആ സിനിമയുടെ ഏതോ ഒരു ഘട്ടത്തിലാണ് ആ സിനിമ പ്രൊജക്റ്റ് മാറുന്നത്. അപ്പോൾ ആ സെയിം പ്രൊഡ്യൂസറാണ് മിൻരാജ്. അപ്പോൾ മിൻരാജ് ചേട്ടനാണ് എന്നെ ഇതിലേക്ക് കൺമഷിയിലേക്ക് ആദ്യം വിളിക്കുന്നത്. അങ്ങനെ വിനു സാറ് കാണുന്നു, ഞാൻ പോയി കാണുന്നു. അങ്ങനെയാണ് ആ സിനിമ ഷൂട്ട് തുടങ്ങുന്നത്. ആ സിനിമയും ഈ പറഞ്ഞ പോലെ എനിക്ക് റീവാച്ച് ചെയ്യാൻ വലിയ ഇഷ്ടമില്ലാത്തൊരു സിനിമയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അതിനകത്ത് പിന്നീട് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ അങ്ങനെയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയല്ല അത്. പിന്നെ അന്നത്തെ കാലത്തൊരു മേക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മൾ ആക്ടറിനെ കംഫേർട്ട് ആക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവം മാത്രമാണ് അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ ഞാൻ ഒരു ഡയറക്ടറായിട്ട് നിൽക്കുമ്പോഴും ഇന്ന് ഞാൻ പോകുന്ന സെറ്റുകളിലായാലും ഭയങ്കരമായിട്ട് നമുക്കൊരു കംഫേർട്ട് സോണിൽ നിന്നിട്ടാണ് പെർഫോം ചെയ്യുന്നത്. മറ്റേത് ഭയങ്കര നമ്മൾ ഫോഴ്സ്ഡ് ആണ്. നമ്മൾ ഭയങ്കര ഒരു ഫ്രെയിമിനകത്ത് ഇവിടെ ലൈറ്റ്, അവിടെ ഇരുന്ന് ഈ ഡയലോഗ് പറയുമ്പോൾ മുമ്പോട്ട് വരിക, അടുത്ത ഡയലോഗ് പറയുമ്പോൾ പുറകോട്ട്, അങ്ങനെ ഭയങ്കര മെക്കാനിക്കലായിട്ടാണ്. അപ്പോൾ അതെനിക്ക് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല ആ കാലത്ത്. പിന്നീട് അത് ഭയങ്കര കംഫർട്ട് സോണിലാണ്. ഇപ്പോഴുള്ള ആക്ടേഴ്സിന് ഭയങ്കര അറിയില്ല അന്ന് എങ്ങനെയായിരുന്നു നടന്നിരുന്നത്. അന്ന് ഫിലിം ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി പ്രഷറായിരുന്നു. അപ്പോൾ ആ പ്രഷേർഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ സമയത്തുള്ള പല സിനിമകളിലും, പക്ഷേ ഇതൊന്നും അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ദേവദൂതനായാലും മറ്റ് പല സിനിമകളിലും എനിക്ക് അങ്ങനെ അല്ലാതെ പെർഫോം ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ടുള്ള സെറ്റുകളും ഉണ്ടായിരുന്നു.
മറ്റ് ചില സിനിമകൾ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. അത് ഡയറക്ടർ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ആക്ടേഴ്സിന് വർക്ക് ചെയ്യാൻ അതൊരു പ്രത്യേകിച്ച് തീർച്ചയായിട്ടും അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ച പ്രഷർ എനിക്കറിയാമല്ലോ. അപ്പോൾ അതെൻ്റെ ആക്ടറിന് വരാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഞാൻ എപ്പോഴും കാരണം പണ്ടൊക്കെ എന്താണെന്നറിയോ, പണ്ട് നമ്മൾ ആക്ടേഴ്സിനോട് ബാക്കി ടെക്നീഷ്യൻസിന് പലർക്കും ദേഷ്യമാണ്. അതായത് അവരൊക്കെ ഭയങ്കര സുഖിച്ച് നിൽക്കുകയാണ്, അതിനകത്തുള്ള ഏറ്റവും പെയിൻ എടുക്കുന്ന ബാക്കിയുള്ള ആളുകളാണ് എന്നുള്ളൊരു അത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ക്രീനിൽ കാണുന്നത് ഇവരാണല്ലോ, ആക്ടേഴ്സിനെ ആണല്ലോ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അവരെ ഏറ്റവും കംഫർട്ടബിൾ ആക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ബാക്കി ടെക്നീഷ്യൻസിൻ്റെ ആവശ്യമാണ് അവരെ കംഫർട്ടബിൾ ആക്കേണ്ടത്. അപ്പോൾ അവരുടെ ഈഗോ ഹേർട്ടാവാതിരിക്കുക അല്ലെങ്കിൽ അവരെ മാക്സിമം പാമ്പർ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. അപ്പോൾ ആ ടെക്നിക്ക് ഡിമാൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ, എൻ്റെ ഒരു പോളിസി അതാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്നതാണ്, അല്ലാതെ നിങ്ങൾക്ക് തരുന്ന ഫെസിലിറ്റീസിലല്ല. നിങ്ങളെ ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ചോ അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടിൽ താമസിപ്പിച്ചോ എന്നുള്ളതൊന്നും പ്രേക്ഷകനറിയില്ല. പക്ഷെ സ്ക്രീനിൽ എന്താണോ എന്നുള്ളത് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആ റിസൾട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഒരു ഡയറക്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് ആക്ടർ. അപ്പോൾ ആ ആക്ടറെ ഏറ്റവും കംഫർട്ടബിൾ ആക്കുക, അയാളുടെ ക്യാരക്ടർ നമ്മൾ ഫീഡ് ചെയ്യുക. ആ ഫീഡ് ചെയ്തിട്ട് അയാളുടെ ഇൻപുട്ട് ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അതിന് പല ടെക്നിക്സ് ഓരോ ഡയറക്ടേഴ്സും യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ പ്രയോറിറ്റി എപ്പോഴും ആക്ടർ എൻ്റെ ഏറ്റവും ബെസ്റ്റ് എൻ്റെ കമ്പാനിയൻ ആവുക എന്നുള്ളതാണ്. അതെ. ഇപ്പോൾ ദേവദൂതൻ 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പുതിയ സിനിമയായിട്ട് വരികയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും, ഒരു വലിയ സക്സസ് ആവട്ടെ. പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെ? ഇപ്പോൾ ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞു ആഷിഖ് കപൂർ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. ഡയറക്ഷൻ ഞാൻ അടുത്ത സബ്ജക്റ്റിലേക്ക് ഞാൻ ലോഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ ചില ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതിലേതെങ്കിലും വർക്കാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിലേക്ക് ചെയ്യും. ഭയങ്കര സന്തോഷം. വലിയൊരു വിജയമായിട്ട് ദേവദൂതൻ മാറട്ടെ. ഞങ്ങൾ അത് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഈ 24 വർഷത്തിന് ശേഷം ഈ സിനിമ വരുമ്പോൾ ഇതിൻ്റെ ഒരു റീ എഡിറ്റഡ് വേർഷനാണ് വരുന്നത്. അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ അതേ ക്വാളിറ്റി, ഇന്ന് ഇറങ്ങുന്ന അതേ സിനിമയുടെ ക്വാളിറ്റിയിലേക്ക് അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്നുള്ള നടനേക്കാൾ ഉപരി അന്ന് എനിക്ക് ദേവദൂതൻ ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് എന്നെ കാണാനായിരുന്നു ഞാൻ പോയിരുന്നത്, എങ്ങനെയാണ് ഞാനുള്ളത് എന്നറിയാനാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എനിക്കതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട് ഓരോ കാരണം അന്ന് ഞാൻ പറഞ്ഞില്ല, ശ്രീധർ സാർ മിക്സ് ചെയ്തപ്പോൾ തന്നെ അന്ന് ഞാൻ തിയേറ്ററിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള മൊമെൻ്റ് BTS കണ്ടപ്പോൾ. ഇതിപ്പോൾ അറ്റ്മോസിൽ കാണുമ്പോൾ അത് എനിക്ക് ആ പാട്ടുകൾ കേൾക്കാനും അതിൻ്റെ റീ റെക്കോർഡിങ്ങും എല്ലാം അത് എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുപോലെ പ്രേക്ഷകർക്കും അവരെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് എനിക്ക് കേൾക്കണം. ഇനിയിപ്പോൾ വരുമല്ലോ കുറേ റിവ്യൂസ് ആയിട്ടും കമൻസ് ആയിട്ടും നമുക്ക് റെസ്പോൺസ് കിട്ടുമ്പോൾ അത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പോൾ കഥയല്ലല്ലോ, അതിൻ്റെ അതാണ് ടെക്നോളജിയുടെ മാറ്റമായിരിക്കും ഏറ്റവും കൂടുതൽ. എന്തായാലും മഹേശ്വർ വീണ്ടും നിറഞ്ഞ് ആടട്ടെ. താങ്ക് യു. എല്ലാവരും താങ്ക് യു.